ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആർക്കെ ചെസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ ഒരു ടാക്റ്റിക്കലായിട്ടുള്ള പൊസിഷനും കൊണ്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ പൊസിഷൻ ഒന്ന് പറയാം. വൈറ്റ് കിങ് C7, വൈറ്റ് റൂക്ക് G7, വൈറ്റിനൊരു പോണുണ്ട്, പോൺ F6, പിന്നെ വൈറ്റിന് പീസസ് ഒന്നുമില്ല. ഇത്രയും 3 പീസസ് മാത്രമേ വൈറ്റിനുള്ളൂ. ഇനി ബ്ലാക്കിൻ്റെ പീസസ് പറയാം. ബ്ലാക്ക് കിങ് A8, ബ്ലാക്ക് റൂക്ക് ഇല്ല ബ്ലാക്കിന്, അപ്പോൾ ബ്ലാക്കിനുള്ളത് ബ്ലാക്ക് ബിഷപ്പ് B3, പിന്നെ ബ്ലാക്കിന് 2 നൈറ്റ് ഉണ്ട്, നൈറ്റ് A1 ആൻഡ് H4. പിന്നെ ബ്ലാക്കിന് 3 പോൺസ് ഉണ്ട്, പോൺ D7, പോൺ C3 ആൻഡ് പോൺ E2. ഈ ഒരു പൊസിഷൻ കൃത്യമായിട്ട് നോക്കിക്കേ. ഇവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറഞ്ഞൂടെ ഈ ഒരു പൊസിഷൻ ബ്ലാക്കിന് ബെറ്റർ ആണെന്ന്. വൈറ്റിനൊരു റൂക്കുണ്ട്, അത് ശരിയാണ്, പക്ഷേ ഈ ഒരു പൊസിഷൻ നോക്കിക്കോ, നമുക്ക് ക്ലിയർലി ബെറ്ററാണ് ബ്ലാക്ക്. കാരണം ബ്ലാക്കിന് ഒരു മൂവിൽ പ്രൊമോട്ടാക്കാൻ പറ്റും, E1 പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ബ്ലാക്കിന് കേട്ടോ. വൈറ്റിന് പ്രൊമോട്ട് ചെയ്യാൻ പാസ്ഡ് പോണൊക്കെ ഉണ്ട്, പക്ഷേ അത് F7 പുഷ് ചെയ്യുമ്പോൾ തന്നെ ബിഷപ്പ് ഇൻറ്റു F7 എന്ന് പറഞ്ഞൊരു ത്രെഡും ഉണ്ട്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ എന്തായിരിക്കും വൈറ്റ് പ്ലേ ആണ്. വൈറ്റ് വിൻ ചെയ്യാൻ പറ്റണം. എന്തായിരിക്കും ഇവിടുത്തെ സൊല്യൂഷൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആകെ ഉള്ളത് 2 പീസാണ്. ഇത് വെച്ച് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ത്രെഡ്. അപ്പോൾ ആദ്യം തന്നെ ഈ E1 പ്രൊമോട്ട് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് റൂക്ക് G1 പോലത്തെ മൂവ്സ് കളിച്ചിട്ട് കാര്യമുണ്ടോ നോക്കാം നമുക്ക്. റൂക്ക് G1 പോലത്തെ മൂവ്സ് കളിച്ചാൽ നൈറ്റ് F3 റൂക്കിന് അറ്റാക്കാണ്. അതുമാത്രമല്ല റൂക്ക് മാറിക്കഴിഞ്ഞാൽ E1 പ്രൊമോട്ടാവും. കാരണം ഈ നൈറ്റ് F3 വരുന്നതോടുകൂടി തന്നെ റൂക്കിന് അറ്റാക്ക് മാത്രമല്ല E1 പ്രൊമോട്ടിങ് സ്ക്വയർ കൺട്രോൾ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും എന്ത് ചെയ്യാൻ പറ്റില്ല, വൈറ്റിന് ആ പോണിനെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വൈറ്റ് കളിക്കുന്ന മൂവാണ് പോൺ ടു F7. ഇതാണ് ഇവിടുത്തെ ക്രിട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ്, പോൺ ടു F7. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ പോൺ F7 കളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ബിഷപ്പിൻ്റെ F7 എടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ബ്ലാക്ക് ചാടിക്കയറി E1 ക്യൂനാക്കി പ്രൊമോട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പീസായിട്ട് പ്രൊമോട്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളും ഇവിടെ ക്യൂനാക്കി പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ക്യൂൻ വെച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ കിങ് A7 കളിക്കാം. ക്യൂൻ വെച്ച് ബ്ലോക്ക് ചെയ്താൽ ക്യൂവിനെ വെട്ടി വീണ്ടും ചെക്ക്. കിങ് A7 കളിച്ചാലോ? കിങ് A7 കളിച്ചാൽ ക്വീൻ B8 ചെക്ക്, കിങ് A6, ക്വീൻ B6 ചെക്ക് മേറ്റ് ആണ്. ശരിയല്ലേ? അപ്പോൾ ബ്ലാക്കിന് F7 കളിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? E1 പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. ഏക ഓപ്ഷനാണ് ബിഷപ്പിൻ്റെ F7 പോണിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ അടുത്തൊരു മൂവ് കളിക്കുകയാണ്. നമ്മളിവിടെ കളിക്കുന്ന മൂവ്മെൻറ്റ് റൂക്ക് G4. എന്താണ് ഐഡിയ? റൂക്ക് A4 മെയ്റ്റ്. ഇതാണ് ത്രെഡ്. ഇവിടെ നമ്മൾ റൂക്ക് G4 കളിക്കുമ്പോൾ റൂക്ക് A4 മെയ്റ്റാണ്. ഇവിടെ E1 പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, റൂക്ക് A4 ചെക്ക് മെയ്റ്റാണ്. ഇവിടെ ബ്ലാക്കിനെ സംബന്ധിച്ച് ഓൺലി 1 ഓപ്ഷനാണ് ബിഷപ്പ് B3 A4 മെയ്റ്റിൻ സ്ക്വയർ കൺട്രോൾ ചെയ്യുക. ഇവിടെ നമ്മുടെ അടുത്തൊരു മൂവ്മെൻറ്റ്, നമ്മൾ ആ റൂക്കേ നമുക്കുള്ളൂ, ആ റൂക്കിനെ വെച്ച് ആട്ടി കളിക്കുകയാണ്. ഉടൻ വരുന്നു റൂക്ക് ടു G1. റൂക്ക് G1 വരുന്നതിൻ്റെ ഐഡിയ എന്താണ്? A1 നൈറ്റിനെ വെട്ടി ചെക്ക് മേറ്റ് കൊടുക്കുക. ഇവിടെയും ബ്ലാക്കിന് വേറെ ഓരോ ഓപ്ഷനും ഇല്ലല്ലോ. ബ്ലാക്കിൻ്റെ ഏക ഓപ്ഷനാണെന്ത്? ബ്ലാക്കിൻ്റെ ഏക ഓപ്ഷനാണ് നൈറ്റ് C2. നൈറ്റ് C2 കളിച്ചിട്ട് നമ്മൾ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. A1 സ്ക്വയറിലെ നൈറ്റിനെ മാറ്റുന്നു. ഇപ്പോൾ A1 സ്ക്വയർ ഫ്രീ ആയല്ലോ. ഇവിടെ നമ്മൾ കളിക്കുന്ന മൂവ്മെൻ്റാണ് റൂക്ക് ടു G5. റൂക്കിനെ G5 കളിക്കുന്നു. ഇവിടെ നെക്സ്റ്റ് മൂവിൽ തന്നെ റൂക്ക് A5 മെയ്റ്റിൻ ത്രെഡാണ് ഇവിടുത്തെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. റൂക്ക് A5 മെയ്റ്റിൻ ത്രെഡ്. അപ്പോൾ എന്തിനാണ് ആദ്യമേ ഈ റൂക്ക് A5 കളിക്കാത്തതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഇവിടെ ബിഷപ്പ് റൂക്ക് G4 കളിക്കുന്നതിന് പകരം ഇവിടെ ബിഷപ്പിൻ്റെ F7 എടുക്കുമ്പോൾ റൂക്ക് G4 കളിക്കുന്നതിന് പകരം ആദ്യമുള്ള കാര്യമാണ് പറയുന്നത്, റൂക്ക് G5 കളിച്ചിട്ട് റൂക്ക് A5 മെയ്റ്റിൻ ത്രെഡ് കൊടുത്തൂടെ ചോദിക്കും. അവിടെ നൈറ്റ് B3 എന്ന് പറയുന്നൊരു മൂവ്മെൻ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല.
ഇവിടെ റൂക്ക് G4 തന്നെ വീണ്ടും ഇട്ടാലോ, അവിടെ നൈറ്റ് C5 എന്ന് പറയുന്ന മൂവ്മെൻറ്റ്. ഇതിലൊക്കെ ആ ഒരു മേറ്റ് ആൻഡ് സ്ക്വയർ കൺട്രോൾ ചെയ്യാണ്. ഈ ഒരു B3 നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ റൂക്കിനെ G4 ഇട്ടിട്ട് ബ്ലാക്കിനെ ഫോഴ്സ്ഫുള്ളി റൂക്കിനെ ബിഷപ്പ് B3 വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, A4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ റൂക്ക് G1 വരുന്നു, നൈറ്റ് C2 കളിക്കുന്നു, പിന്നെ റൂക്ക് G5 വരുന്നു. ഓക്കെ, ഇവിടെ ബ്ലാക്കിന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ബ്ലാക്കിന് ഓൺലി മൂവാണ് പോൺ D5 പുഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ A5ലേക്കുള്ള ആ ഒരു കൺട്രോളും കൂടി ബ്ലാക്ക് ഇവിടെ അടയ്ക്കുകയാണ്. ഓൺലി ഓപ്ഷനാണ് എന്ത്, ഇവിടെ പോൺ ടു D5. ഇവിടെ നമ്മൾ അടുത്തൊരു മൂവ്മെൻറ്റ് കളിക്കുന്നു. അടുത്തായിട്ടുള്ള ഒരു വണ്ടർഫുൾ മൂവ്മെൻറ്റാണ് കിങ് B6. എന്താണ് ത്രെഡ്, നെക്സ്റ്റ് മൂവിൽ തന്നെ റൂക്ക് G8 ചെക്ക്മേറ്റ് ത്രെഡാണ് കൊടുക്കുന്നത്. ഇവിടെ ബ്ലാക്കിന് ഏക ഓപ്ഷനാണ് പോൺ D4 കളിച്ചിട്ട് ബിഷപ്പ് കൊണ്ട് G8 സ്ക്വയർ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഇവിടെ നമ്മൾ കളിക്കുന്ന മൂവ്മെൻറ്റ് വീണ്ടും കിങ് C7 കളിക്കുന്നു. എന്തായി, ഇപ്പോൾ D4 കളിച്ചതോടുകൂടി D5 സ്ക്വയർ കാലിയായില്ലേ, അപ്പോൾ കിങ് ടു C7. ഇനി നെക്സ്റ്റ് മൂവിൽ റൂക്ക് A5 ചെക്ക്മേറ്റ് ആണ്. ഇത് ബ്ലോക്ക് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല. ബ്ലാക്ക് ഇവിടെ എന്ത് തന്നെ കളിച്ചാലും വൈറ്റിന് നെക്സ്റ്റ് മൂവിൽ റൂക്ക് A5 ചെക്ക്മേറ്റ് കിട്ടും. ശരിയല്ലേ? എങ്ങനെയുണ്ട് ഈ ഒരു പസിൽ? സൂപ്പറായില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ പസിൽസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വാട്സപ്പ് ഒരു ചാനലുണ്ട്. നമുക്ക് വാട്സാപ്പ് ചാനലിൽ മെമ്പർ ആവാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെമ്പർ ആവാം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ടോപ്പിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കാണിക്കുന്ന ആ ഒരു പൊസിഷനിൽ നമുക്ക് വാട്സപ്പ് ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ മെമ്പർ ആവാം. അപ്പോൾ എല്ലാവരും മെമ്പർ ആവുക. ഇതിനേക്കാൾ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ മെമ്പർ ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.